ഷിരാജ് കമ്മത്ത് തുടരുന്നു. ഷിരാജ് കമ്മത്ത്, സ്പേസ് എക്സിന്റെ ആ അറിയിപ്പ് എക്സാൻഡിൽ വരുന്നത് ഡ്രാഗൺസ് ഹാച്ച് ഈസ് ക്ലോസ്ഡ്, all communication and suit checks are complete, the seats are rotated and the X4 crew is ready for launch എന്ന അറിയിപ്പ് വരുന്നത് മുതൽ നമ്മൾ ഈ കാണുന്ന എന്താണ് വലിയ കോരിത്തിരിപ്പുണ്ടാക്കുന്ന ഈ ദൃശ്യങ്ങൾ മുതൽ 14 ദിവസത്തെ ഗവേഷണങ്ങൾ ഒക്കെ കഴിഞ്ഞ് തിരികെ ഭൂമിയിലേക്ക് മടങ്ങി, ഒരുപക്ഷെ സുനിത വില്യംസ് ഒക്കെ വന്നതുപോലെ പസഫിക് സമുദ്രത്തിലേക്ക് ഒരു സ്പ്ലാഷ് ഡൗൺ ലാൻഡിംഗ് ആവുമല്ലോ ഉണ്ടാവുക. അതുവരെ നമുക്ക് ഉറപ്പായും ആകാംക്ഷയുടെ മണിക്കൂറുകൾ തന്നെയാണ്. പക്ഷേ ഇത് രാജ്യത്തിനും ലോകത്തിനും അത് മുന്നോട്ട് വെക്കുന്ന ഗവേഷണത്തിനൊക്കെ അതിപ്രധാനമുള്ള ഒരു ദൗത്യവുമാണ്. ഷിരാജ് കമ്മത്ത്, തീർച്ചയായിട്ടും ഇപ്പോൾ ശുഭാംശു ശുക്ലയാണ് പൈലറ്റ്. അപ്പോൾ പൈലറ്റ് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത സമയത്ത് തന്നെ ക്രൂ ഡ്രാഗൻ്റെ നിയന്ത്രണം അദ്ദേഹം ഏറ്റെടുക്കും. അതിനുശേഷം ഓരോ 90 മിനിറ്റിലും ഭൂമിയെ വലം വെക്കും. നാളെ വൈകിട്ടാകുമ്പോൾ ISS ഡോക്ക് ചെയ്യും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം നടത്തുന്ന ഇപ്പോഴുള്ള യാത്രയാണ് പ്രധാനം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവർത്തനമാണ് ഗഗൻയാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനുശേഷം ആ 14 ദിവസം 2 ആഴ്ച അദ്ദേഹം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത് ധാരാളം പരീക്ഷണങ്ങൾ, അതായത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പരീക്ഷണങ്ങളാണ് ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനൊരു വിളിപ്പേരുണ്ട്, ഷക്സ് എന്നാണ് പേര്, ഏറ്റവും അടുപ്പമുള്ളവർ. ഇപ്പോൾ എനിക്കും നമുക്കെല്ലാവർക്കും ഇപ്പോൾ ശുഭാംശു ശുക്ല ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവനായി. ഷക്സ് സക്സസ്സിലേക്ക് കടന്നു, ഇനിയിപ്പോൾ സൂപ്പർ സക്സസ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം വിവരങ്ങൾ നമുക്ക് അദ്ദേഹം എത്തിക്കും. പ്രത്യേകിച്ച് ശാസ്ത്ര സമൂഹത്തിന് ധാരാളം വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ഇവിടെ ലഭിക്കും. അത് ഭാവിയിലുള്ള ഗവേഷണങ്ങൾക്കായിട്ട് ഒരുപാട് പ്രയോജനം ചെയ്യും. പ്രത്യേകിച്ച് അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റിയാണ്, നമ്മുടെ ഒരു അഗ്രികൾച്ചറൽ കൺട്രിയാണ് ഇന്ത്യ. അപ്പോൾ അതിന് പ്രയോജനകരമാവുന്ന ധാരാളം കാര്യങ്ങൾ ഈ ഒരു ദൗത്യത്തിൽ നിന്ന് ലഭിക്കും. പിന്നീട് ഗഗൻയാൻ കഴിഞ്ഞിട്ടുള്ള ദൗത്യങ്ങൾ, ഇപ്പോൾ അന്തരീക്ഷ സ്റ്റേഷൻ, നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം സ്പേസ് സ്റ്റേഷനിൽ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെയും ഒരു മുന്നോടി, ഒരു പരിശീലനം കൂടെ തന്നെയാണ് ഇതും. പല കാര്യങ്ങളും നമുക്ക് അവിടെ നോക്കി കണ്ടറിയാനുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസൈൻസും മറ്റു കാര്യങ്ങളുമൊക്കെ ഇനി ഉണ്ടാകുക. അപ്പോൾ ഈ പരിശീലന ഒരു ദൗത്യം വളരെ പ്രധാനപ്പെട്ടാണ്. ഒരു ഇന്ത്യക്കാരൻ നടത്തുന്ന ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ ഷക്സ് നടത്തുന്നത്. അപ്പോൾ അത് ഏറ്റവും പ്രയോജനകരമായിരിക്കും. നമുക്ക് ധാരാളം കാര്യങ്ങൾ നോക്കി അറിയാനും. ഇപ്പോൾ ഫാൽക്കൻ്റെ ആ ഒരു റീയൂസബിൾ റോക്കറ്റാണ്, അത് തിരികെ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയിപ്പം ഭാവിയിൽ ഇവിടെ നിന്നും പ്രതീക്ഷിക്കാം. അത് റീയൂസബിൾ റോക്കറ്റ്. അപ്പോൾ ചിലവ് വളരെയധികം കുറയ്ക്കാനും ദൗത്യം കുറച്ചുകൂടി സങ്കീർണതകൾ വർദ്ധിപ്പിച്ച് നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ ഗഗൻയാനിനി വെറും കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളോ മാത്രം കാത്തിരുന്നാൽ മതിയാകും. ഇപ്പോൾ ഇദ്ദേഹവും അദ്ദേഹത്തിന് കൂടെയുള്ള പ്രശാന്ത് നായരും പരിശീലനം നേടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലായിരിക്കും ഇവർ ഇപ്പോൾ കിട്ടുന്ന പരിശീലനം മറ്റുള്ളവർക്കും പകർന്നു കൊടുത്തിട്ട് ഗഗൻയാൻ സ്വപ്നം ഒരു യാഥാർത്ഥ്യമാക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഏറ്റവും പരിശീലനം ഉള്ള പരിചയസമ്പത്തുള്ള പെഗി വിറ്റ്സിനും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി അവരുടെ പരിചയസമ്പത്ത് നമുക്ക് മനസ്സിലാക്കി. ഇപ്പോൾ മണിക്കൂർ 28,000 കിലോമീറ്റർ വേഗതയിലൊക്കെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ആലോചിക്കാൻ പോലും കഴിയാത്ത വേഗതയാണ്. ആ യാത്ര അനുഭവിക്കുന്നു ശുഭാംശു ശുക്ല. അത് നമ്മുടെ ദൗത്യത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ്. ഇനി അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് വികിരണം, ബഹിരാകാശത്തെ കാര്യങ്ങൾ എങ്ങനെ ബാധിക്കുന്നു, ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, 7 പ്രധാനപ്പെട്ട പരീക്ഷണങ്ങൾ അവിടെയുണ്ട്. ഈ പറയുന്ന മൈക്രോഗ്രാവിറ്റിയിൽ വിത്തുകൾ എങ്ങനെ മുളയ്ക്കുന്നു, പേശി സ്റ്റെം സെൽ റിസർച്ച്, ആ റിസർച്ച് അടക്കം, ഈ യാത്രയടക്കം, തിരികെ ഇറങ്ങുന്നതിൽ അനുഭവങ്ങളടക്കം, അതൊക്കെ നമ്മുടെ ഗഗൻയാൻ യാത്രയ്ക്കുള്ള ഇന്ധനമാണ്, മുതൽക്കൂട്ടാണ് അല്ലേ ചുരുക്കത്തിൽ? അതെ, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൊളാബറേഷനിലൂടെ ഇതൊക്കെ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ തന്നെ ഒരു കൊളാബറേഷനാണല്ലോ. 5 സ്പേസ് ഏജൻസികളുടെ ഒരു കൊളാബറേഷനാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൊളാബറേഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ പൈസ മുടക്കിയിട്ടാണ് ഒരു കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിൽ അംഗമായിട്ട് ഇപ്പോൾ ഈ രീതിയിലുള്ളൊരു ദൗത്യം സാധ്യമാക്കിയത്. അതുകൊണ്ട് നമുക്ക് ധാരാളം പ്രയോജനങ്ങളുണ്ട്. ഇസ്രോയ്ക്കും നമ്മുടെ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിനും ധാരാളം പ്രയോജനങ്ങളുണ്ട്. കാരണം നമ്മളിവിടുന്ന് അയച്ചൊരു പരീക്ഷണ ദൗത്യം ആദ്യമേ അയച്ച അങ്ങനെയൊക്കെ അതിൻ്റെ വേണ്ടിയുള്ള എക്സ്പെൻസസ് നമുക്ക് കുറയ്ക്കാനും, പിന്നെ ആ ഒരു ബഫർ നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ബഫർ കിട്ടും. അതുപോലെ എക്സ്പീരിയൻസിൻ്റെ ആ ഒരു ബഫറും നമുക്ക് ഇതിനകത്ത് കിട്ടും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഭാവിയിൽ ധാരാളം പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നമുക്ക് നടത്താനുണ്ട്. ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണം, ഇപ്പോൾ നിസാർ സാറ്റലൈറ്റ് നാസയുമായിട്ട് ഒത്തുചേർന്നിപ്പം അടുത്ത
കാലത്ത് തന്നെ വിക്ഷേപിക്കും. അത് തീർച്ചയായിട്ടും വെതർ ഒബ്സർവേഷനും എർത്ത് ഒബ്സർവേഷനും വളരെ സങ്കീർണമായ ഒബ്സർവേഷനാണ് നടത്താൻ പോകുന്നത്. അത് നമ്മളിങ്ങനെ ശുഭപ്രതീക്ഷയോടെ ഇങ്ങനെ നോക്കി കാണുകയാണ്. അതിപ്പോൾ അതിൻ്റെ വരവ് എങ്ങനെ നമ്മളെ സഹായിക്കും എന്നുള്ളത് നോക്കുകയാണ്, പ്രത്യേകിച്ച് കേരളത്തിന്. അപ്പോൾ ഈ ഗഗൻയാൻ മിഷനിൽ നിന്നും കിട്ടുന്ന അനുഭവങ്ങൾ തീർച്ചയായിട്ടും അടുത്തുള്ള അന്തരീക്ഷ സ്പേസ് സ്റ്റേഷനിലേക്ക്, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനിലേക്ക് നമുക്ക് പ്രയോജനപ്പെടും. അപ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഘട്ടമാണ് ഇപ്പോൾ ഇദ്ദേഹം മാസങ്ങളോളം വർഷങ്ങളോളം പരിശീലനം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ആസ്ട്രോണോട്ട് 2000 മണിക്കൂറോളം ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. സാധാരണ വിമാനമല്ല, യുദ്ധവിമാനം പറപ്പിച്ച്, ഏറ്റവും സങ്കീർണമായ യുദ്ധവിമാനം പറപ്പിച്ച് 2000 മണിക്കൂർ പറപ്പിച്ച് പരിശീലനം നേടിയ ഒരാളാണ് ശുഭാംശു ശുക്ല. അപ്പോൾ പിന്നെ ഗ്രാവിറ്റി ഭേദിച്ച് പോവുക എന്നുള്ളത് മറ്റൊരു സംഭവമാണ്. കാരണം 7.62 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗത കൈവരിച്ചുകൊണ്ട് സ്പേസിലെത്തുക എന്ന് പറയുന്നത് അതൊരു സങ്കീർണമായ കാര്യം തന്നെയാണ്.